ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ലൈഫിൽ നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരുമായിട്ട് കണ്ടുമുട്ടേണ്ടി വരും. എന്നാൽ പലപ്പോഴും ചിലരുടെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ചിലരുമായിട്ട് ഇടപഴകുമ്പോൾ അവരിൽ നിന്ന് ഒരു ദുഃഖം അല്ലെങ്കിൽ ഭാരം അനുഭവപ്പെടുന്നതായി നമുക്ക് തോന്നാറുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നെഗറ്റീവ് ആയാണ് അതവർ കണക്കാക്കുന്നത്. ഇത്തരം ആളുകളെ ടോക്സിക് പീപ്പിളായിട്ടാണ് കാണുന്നത്. അവർ നമ്മെ വേദനിപ്പിക്കാനും താഴ്ത്തി കാണിക്കാനും നമ്മുടെ മനസ്സ് തകർക്കാനും ശ്രമിക്കും. പക്ഷേ അവരോട് എങ്ങനെ പ്രതികരിക്കണമെന്നത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞിരിക്കും. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ അവരെന്നും നെഗറ്റീവായിട്ടാണ് സംസാരിക്കുക. നിങ്ങൾ പറയുന്ന സന്തോഷകരമായ കാര്യങ്ങൾ പോലും അവർ അവഗണിക്കും. നിങ്ങളുടെ ഓരോ നേട്ടവും ഓരോ വിജയവും അവർ ചെറുതാക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ തെറ്റ് ചെയ്താൽ അതിനെ വലുതാക്കി കാണിക്കുകയും എന്നാൽ നിങ്ങൾ നല്ലത് ചെയ്താൽ അത് ശ്രദ്ധിക്കാതെ അതിനെ വില കൊടുക്കാതെ പോവുകയും ചെയ്യും. അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത് അതൊരിക്കലും നമ്മുടെ കാരണം കൊണ്ടല്ല. മേ ബി അത് അവർക്ക് അവരുടെ ലൈഫിലുണ്ടായ ചില അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇൻസെക്യൂരിറ്റി, ജലസി, അല്ലെങ്കിൽ അവരിലുണ്ടാകുന്ന ഏതെങ്കിലും ട്രോമ, ഇതിലൂടെയൊക്കെ ആയിരിക്കാം അവർക്ക് ഇത്തരത്തിലുള്ള സ്വഭാവം വരുന്നത്. അവർ ആ ഒരു ബിഹേവിയർ അത് മാറ്റുകയോ അല്ലെങ്കിൽ മാറ്റാതിരിക്കുകയോ ചെയ്യട്ടെ. നമ്മുടെ മനസ്സ് സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ബൗണ്ടറീസ്, അതിരുകൾ സ്ഥാപിക്കുക. നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന കാര്യങ്ങൾ ആരും പറഞ്ഞ് നിങ്ങളടുത്തേക്ക് വരാൻ വേണ്ടി അനുവദിക്കരുത്. രണ്ടാമത്, എല്ലാ കാര്യങ്ങൾക്കും ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. 3, അകലം പാലിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ സുരക്ഷ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 4, സംസാരങ്ങളിൽ വാദങ്ങളിൽ ഏർപ്പെടേണ്ട. ടോക്സിക് ആൾക്കാർ അവരുടെ റിയാക്ഷനാണ് വളർത്തുന്നത്. നിങ്ങൾ സൈലൻ്റ് ആകുമ്പോൾ അവർ പവർലെസ് ആവുന്നു. 5, നല്ല പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. പോസിറ്റീവ് ആളുകളുടെ കമ്പനി അത് മനസ്സിന് വളരെ നല്ലൊരു മെഡിസിനാണ്. 6, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക. നമ്മുടെ മൂല്യം അത് സ്വയം മനസ്സിലാക്കിയാൽ ആർക്കും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. നിങ്ങളുടെ മനസ്സ് അത് വളരെ വിലയേറിയതാണ്. അത് ആർക്കും നെഗറ്റിവിറ്റി നിറക്കുവാനായി നൽകേണ്ടതില്ല. ചിലപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതിരോധം അല്ലെങ്കിൽ റിയാക്ഷൻ അത് ഒരു ശാന്തമായ ഒരു പുഞ്ചിരി അല്ലെങ്കിൽ അകലം പാലിക്കുക. അതുമല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ സുരക്ഷ അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. ടോക്സിക് ആളുകൾ ഇനിയും ഉണ്ടായേക്കാം. പക്ഷേ അവരെ നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ സമാധാനം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് മുഴുവൻ അവകാശവുമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.